IFFK വേദിയിൽ നിന്ന് നമ്മുടെ കൂടെ നടൻ ജഗദീഷ് ചേരാണ്. അപ്പുറം സിനിമയുടെ പ്രദർശനം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ചേട്ടാ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി വളരെയധികം സന്തോഷം പകരുന്ന ഒരു സ്ക്രീനിങ് ആയിരുന്നു. കാരണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച കയ്യടി, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച അപ്രീസിയേഷൻ, അതാണല്ലോ ഒരു നടൻ്റെ മനസ്സ് നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കഥ ഇന്ദുലക്ഷ്മി നറേറ്റ് ചെയ്യുമ്പോൾ, കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കി ഞാനിത് എഗ്രി ചെയ്തു. അതിനുശേഷം ഷൂട്ടിംഗ് സമയത്തുള്ള ത്രില്ല്, എങ്ങനെ ഈ ക്യാരക്ടറുകളിലോട്ട് മാറാൻ കഴിയും എന്നുള്ള ശ്രമമായിരുന്നു. ആ ശ്രമം നടന്ന് ഇനി അവസാനം സ്ക്രീനിങ് വരുമ്പോൾ ഫൈനൽ ഔട്ടാണ് കാണുന്നത്. അത് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ പ്രേക്ഷകരെ അതിന് നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം, പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക, ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും അവർ പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ത്രില്ലുണ്ട്, സന്തോഷമുണ്ട്. കഥാപാത്രം വേണു എന്ന് പറയുന്നത് വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ എനിക്കത് അറിയാം. മിഡിൽ ക്ലാസ്സുകാരൻ്റെ നൊമ്പരങ്ങളും സ്വപ്നങ്ങളും അവൻ്റെ കഷ്ടപ്പാടുകളും അവൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വളർന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ അനുഭവങ്ങളുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഷെയ്ഡ്സൊക്കെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്നും അതിൽ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്രീസിയേഷൻ പ്രേക്ഷകരോട് നിങ്ങളുടെ മാധ്യമത്തിലൂടെ കൈരളിയിലൂടെ നന്ദി പറയാം. വളരെ മിക്സഡ് ഇമോഷൻസാണ്. വളരെയധികം ഒരു നല്ലൊരു മൂവി. അത് ഡയറക്ടർ ഇന്ദുലക്ഷ്മി മാഡം ആയാലും അച്ഛൻ്റെ പെർഫോമൻസ് വളരെ അത്യുഗ്രൻ പെർഫോമൻസ് ആയിട്ടുണ്ട്. ഒരു സൊസൈറ്റി തന്നെ ഒരു പോസിറ്റീവ് മെസ്സേജ് തരുന്ന, ഒരു സൈക്കാട്രിക് പേഷ്യൻ്റെ സഫറിങ്ങും കാണിക്കുന്ന ഒരു വെരി സൂപ്പർബ് മൂവി. ഒത്തിരി ഇഷ്ടം. അതെ, തീർച്ചയായിട്ടും സൈക്കാട്രിക് പേഷ്യൻസിൻ്റെ സഫറിങ്സ് കാണിക്കുന്നു. അത് നന്നായിട്ട് സൊസൈറ്റിയിലാണെങ്കിലും ആ ഫാമിലി സഫർ ചെയ്യുന്നത് എന്തോരെയാണ് എന്നുള്ളത്, ആ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് അതെല്ലാം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സൈക്കാട്രിസ്റ്റ് ആസ്പെക്റ്റിലും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ മൂവിയിൽ. എല്ലാവരും കാണണം. ശരിക്കും ഇത്രയൊരു അവയർനെസ്സും നമുക്ക് കിട്ടുന്ന ഒരു മൂവിയാണ്. താങ്ക് യു.